റെഡ് കളർ ത്രെഡും നീഡിലുമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് റെഡ് കളർ ത്രെഡ് എടുത്തിട്ട് ഒരു ചെറിയ കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയിൻ സ്റ്റിച്ച് എടുക്കാൻ പോവാണ്. ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ സ്റ്റിച്ചായിട്ട് എടുക്കുക. നമ്മളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് 61 സ്റ്റിച്ചാണ് എടുക്കുന്നത്. 61 ചെയിൻ സ്റ്റിച്ചാണ് എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മളിവിടെ ഒരു മീഡിയം സൈസ് ഫ്ലവറാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 61 ചെയിൻ സ്റ്റിച്ച് എടുക്കുന്നത്. ഇതിപ്പോൾ സ്മോൾ സൈസ് ആണെങ്കിൽ നമുക്ക് 31 ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതല്ല കുറച്ചുകൂടി വലിയൊരു ഫ്ലവറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 91 സ്റ്റിച്ച് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ 61 ചെയിൻ സ്റ്റിച്ച് ഫസ്റ്റ് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഒരു 5 ചെയിൻ സ്റ്റിച്ചും കൂടെ എടുക്കണം. 61ാമത്തെ ചെയിൻ സ്റ്റിച്ച് വരെ ചെയ്തതിന് ശേഷം 1 2 3 4 5 ഇങ്ങനെ 5 ചെയിൻ സ്റ്റിച്ച് എടുത്തതിന് ശേഷം അതായത് 61ാമത്തെ സ്റ്റിച്ചിലേക്കാണ് നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ത്രെഡ് ചുറ്റിയെടുത്തതിന് ശേഷം 61ാമത്തെ ചെയിൻ സ്റ്റിച്ചിനകത്തൂടെ എടുത്തിട്ട് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം നീഡിൽ വീണ്ടും ത്രെഡ് ചുറ്റിയിട്ട് 1 2 3 മൂന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിൻ്റെ അകത്തൂടെ വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. അതിനുശേഷം 1 2 3 ചെയിൻ സ്റ്റിച്ച് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ എടുത്ത അതേ ചെയിൻ സ്റ്റിച്ചിനകത്തൂടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം വീണ്ടും ത്രെഡ് ചുറ്റിയെടുത്തതിന് ശേഷം മൂന്നാമത്തെ ചെയിനകത്തൂടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. പിന്നെ വീണ്ടും 1 2 3 ചെയിൻ സ്റ്റിച്ച് എടുത്തതിന് ശേഷം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. അതേ ചെയിനകത്തൂടെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ വീണ്ടും നീഡിലിൽ ത്രെഡ് ചുറ്റിയെടുത്ത് 1 2 3 മൂന്നാമത്തെ ചെയിനകത്തൂടെ എടുത്ത് ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. അതിനുശേഷം വീണ്ടും 1 2 3 അതിനുശേഷം വീണ്ടും അതേ ചെയിനിൽ തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫുള്ള് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് 61 സ്റ്റിച്ചും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരുപാട് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനത്തെ ഭാഗം ഞാൻ എന്തായാലും ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നീഡിൽ ത്രെഡിൽ ചുറ്റിയെടുത്തതിന് ശേഷം മൂന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിനകത്തൂടെ എടുത്തിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. 1 2 3 ചെയിൻ എടുത്തതിന് ശേഷം വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ അതേ ചെയിനിൽ തന്നെ ചെയ്യാണ്. വീണ്ടും നീഡിൽ ത്രെഡിൽ ചുറ്റിയെടുത്തതിന് ശേഷം മൂന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിനകത്തൂടെ പുറത്തേക്ക് എടുത്തിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യാണ്.
വീണ്ടും 3 ചെയിൻ എടുത്തതിന് ശേഷം ഡബിൾ ക്രോഷേ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു സെക്ഷൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത ഭാഗത്തു നിന്നും തിരിച്ച് പിടിച്ച് ത്രെഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഫുള്ള് ചെയ്തതിന് ശേഷം അത് തിരിച്ച് പിടിക്കുക, ത്രെഡ് കട്ട് ചെയ്യരുത്. എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് എടുക്കുക. 1 2 3 ചെയിൻ സ്റ്റിച്ച് എടുക്കുക, ഒരു ഡബിൾ ക്രോഷി ചെയ്യുക. ഇതുപോലെ 5 ഡബിൾ ക്രോഷിയാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. സെയിം ഇതിൽ തന്നെയാണ് 5 ഡബിൾ ക്രോഷിയും ചെയ്യേണ്ടത്. ഒരു ഡബിൾ ക്രോഷി, 2 ഡബിൾ ക്രോഷി, 3 ഡബിൾ ക്രോഷി, 4 ഡബിൾ ക്രോഷി, 5 ഡബിൾ ക്രോഷി. ഇതിന് ശേഷം അടുത്തൊരു സെക്ഷനിൽ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷിയാണ്. അങ്ങനെ ഇടവിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അടുത്ത ഭാഗത്ത് നമ്മളൊരു സിംഗിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. അടുത്തൊരു സെക്ഷനിൽ നമ്മൾ 6 ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. 1 ഡബിൾ ക്രോഷി, 2 ഡബിൾ ക്രോഷി, 3 ഡബിൾ ക്രോഷി, 4 ഡബിൾ ക്രോഷി, 5 ഡബിൾ ക്രോഷി, 1 2 3 4 5 6 ഡബിൾ ക്രോഷി. അതിനുശേഷം ഒരു സിംഗിൾ ക്രോഷി ചെയ്യാണ്. വീണ്ടും അടുത്തൊരു ഭാഗത്ത് നമ്മൾ 8 ഡബിൾ ക്രോഷീസാണ് ചെയ്യുന്നത്. 1 ഡബിൾ ക്രോഷി, 2 ഡബിൾ ക്രോഷി, 3 ഡബിൾ ക്രോഷി, 4 ഡബിൾ ക്രോഷി, 5 ഡബിൾ ക്രോഷി, 6 ചെയ്യാൻ പോവാണ്. 6 1 2 3 4 5 6 ഡബിൾ ക്രോഷി, 7 ഡബിൾ ക്രോഷി, 8 ഡബിൾ ക്രോഷി. അതിനുശേഷം അടുത്തൊരു സ്റ്റിച്ച് ഒരു സിംഗിൾ ക്രോഷിയാണ്. ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് വീണ്ടും ഒരു 8 ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. 1 ഡബിൾ ക്രോഷി, 2 ഡബിൾ ക്രോഷി, 3 ഡബിൾ ക്രോഷി, 4 ഡബിൾ ക്രോഷി, 5 ഡബിൾ ക്രോഷി, 6 ഡബിൾ ക്രോഷി, 7 ചെയ്യാണ്. 7 ഡബിൾ ക്രോഷി, 8 ഡബിൾ ക്രോഷി. അടുത്തൊരു സിംഗിൾ ക്രോഷി ചെയ്യാണ് അടുത്തൊരു സെക്ഷനിൽ. വീണ്ടും അടുത്ത ഒരു പോർഷനിൽ 8 ഡബിൾ ക്രോഷി ചെയ്യണം. ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകണം. മുകളിൽ ഇങ്ങനെ റൗണ്ട് വരുന്ന ഭാഗത്തൊക്കെ 8 ഡബിൾ ക്രോഷി വീതവും താഴെ ത്രികോണം പോലെ നിൽക്കുന്ന ഭാഗത്ത് ഓരോ സിംഗിൾ ക്രോഷി വെച്ചാണ് ചെയ്യേണ്ടത്. അവസാനം വരെ അങ്ങനെ ചെയ്യണം. അവസാനത്തെ 2 എണ്ണത്തിൽ മാത്രം 8 പകരം 10 ഡബിൾ ക്രോഷി ചെയ്യണം.
അങ്ങനെ ഇത് മുഴുവനും ചെയ്തെടുക്കണം. ബാക്കി എല്ലായിടത്തും 8 ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ചെയ്തെടുക്കുന്നതൊക്കെ ഫ്ലവറിൻ്റെ പെറ്റൽസാണ്. റോസ് ഫ്ലവറിൻ്റെ പെറ്റൽസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഈ അറ്റം വരെ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു 2 എണ്ണത്തിൽ മാത്രം നമ്മൾ 8 പകരം 10 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഏകദേശം അവസാനം വരെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം പിന്നീട് ആ 10 ഡബിൾ ക്രോഷ്യസാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. 1 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, 4 ഡബിൾ ക്രോഷ്യ, 5 ഡബിൾ ക്രോഷ്യ, 6 ഡബിൾ ക്രോഷ്യ, 7 ഡബിൾ ക്രോഷ്യ, 8 ഡബിൾ ക്രോഷ്യ, 9 ഡബിൾ ക്രോഷ്യ, 10ാമത്തെ ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഓരോന്ന് എണ്ണി നോക്കുകയാണ്. അതിനുശേഷം 10ാമത്തെ ഡബിൾ ക്രോഷ്യ, അങ്ങനെ നമ്മുടെ ഇവിടെ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഇവിടെ മൊത്തം എല്ലാത്തിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ചെറുതായിട്ട് നമ്മൾ 5ഉം 6ഉം ഡബിൾ ക്രോഷ്യസ് എടുത്തിരുന്ന ഭാഗമാണ് ചുരുട്ടി തുടങ്ങുന്നത്. ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ലൂസ് ചെയ്ത് വയ്ക്കാം. ടൈറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴാണ് ശരിക്കും ഫ്ലവറിൻ്റെ ഭംഗി തോന്നുന്നത്. അതിനുശേഷം നമുക്കിത് തുന്നിക്കൊടുക്കാം സൂചി നൂല് വെച്ചിട്ട്. നമ്മളിതിവിടെ വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് സൂചി എടുത്തിട്ടുണ്ട്. സൂചി ബാലൻസ് വന്ന ത്രെഡ് കട്ട് ചെയ്യാതെ തന്നെ സൂചി അതിലിട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ തുന്നിയെടുക്കുന്നത്. അങ്ങനെ തുന്നിയെടുക്കുമ്പോൾ നമുക്ക് നല്ല ഉറപ്പിൽ നിൽക്കും. അങ്ങനെ ഇവയെല്ലാം തമ്മിൽ കൂട്ടി തുന്നുകയാണ് ചെയ്യുന്നത്. എല്ലാ പെറ്റൽസിനെയും ഉൾക്കൊള്ളുന്ന പോലെയാണ് നമ്മളത് തുന്നിയെടുക്കുന്നത്. പൊസിഷൻസ് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി കൈ കൊണ്ട് അമർത്തി പിടിച്ചതിന് ശേഷമാണ് തുന്നുന്നത്. അങ്ങനെ നമ്മുടെ പൂവിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഏറ്റവും അവസാനം ചെയ്യേണ്ട വർക്കാണിത്. ഇങ്ങനെ സൂചി നൂല് വെച്ചിട്ട് തുന്നി കൊടുക്കുന്നത്. ഈ ഫ്ലവർ നമുക്ക് ഹെയറിൽ ക്ലിപ്പായിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സിൽ തുന്നി കൊടുക്കാനും എല്ലാം കഴിയുന്നതാണ്. ഈ ഫ്ലവേഴ്സ് നമുക്ക് കഴുകിയൊക്കെ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സിലൊക്കെ ഇത് പിൻ ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഹെയറിൽ ക്ലിപ്പായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇതിപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബണ്ണിൽ ജസ്റ്റ് തുന്നി വെച്ചതാണ്. റോസ് ഫ്ലവറിൻ്റെ മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.